പ്രിയമുള്ളവരെ, വചനജ്വാല 1239 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 21 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 18 സങ്കീർത്തനം 18 മുതൽ 35 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്തവിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ്. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശി എവിടെയുണ്ട്? അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു. എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ആഗ്നസിനെയാണ് അനുസ്മരിക്കുക. കുഞ്ഞാട് എന്ന് വാച്യാർത്ഥമുള്ള ആഗ്നസ് റോമിലാണ് ജനിച്ചത്. പുണ്യവതിയെ ചിത്രീകരിക്കുമ്പോൾ കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. പുണ്യവതിയുടെ തിരുനാൾ ദിനം ആശീർവദിക്കുന്ന 2 കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലീയം നെയ്തെടുത്തിരുന്നത്. ചെറുപ്പത്തിൽ ഈ സുന്ദരിയെ പാണിഗ്രഹണം ചെയ്യാൻ റോമൻ യുവാക്കൾ അഹമഹിമയ ആഗ്രഹിച്ചു. ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്യകാത്വം നേർന്നു എന്നാണ് മറുപടി പറഞ്ഞിരുന്നത്. മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല. ആ കാമുകന്മാർ ഇവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ച് റോമൻ ജഡ്ജിനെ കൊണ്ട്
ജൂപ്പിറ്ററിനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചു. വഴങ്ങാതിരുന്നപ്പോൾ മർദ്ദകൾ പീഡനോപകരണങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ബിംബത്തിൻ്റെ അടുക്കലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ധൂപം പിടിപ്പിച്ചെങ്കിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ വേശ്യാഗ്രഹത്തിൽ അടച്ച് ആർക്കും യഥേഷ്ടം ഉപയോഗിക്കാമെന്ന് കൽപ്പിച്ചു. ഈശോ തൻ്റെ സ്വന്തമായവരെ സംരക്ഷിക്കും എന്നാണ് ആഗ്നസിൻ്റെ മറുപടി. ഇതിൽ ക്രുദ്ധ്യനായ ന്യായാധിപൻ ആഗ്നസിൻ്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു. അവൾ ഭയന്നെങ്കിലും ദൈവത്തിൽ ശരണം വെച്ചു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു യുവാവിനെ മാത്രം അവിടെ നിർത്തി എല്ലാവരെയും പലായനം ചെയ്യിച്ചു. അശുദ്ധ താൽപ്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് അന്ധനായി. അർദ്ധപ്രാണനായ ആ യുവാവിനെ കൂട്ടുകാർ കൊണ്ടുപോയി. തന്നെ വിവാഹം കഴിച്ചാൽ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ പറഞ്ഞു. എൻ്റെ മണവാളൻ ഈശോ ആണെന്ന് അവരോടും പറഞ്ഞു. അവസാനം മരണവിധി പ്രഖ്യാപിച്ചു. ആ കുഞ്ഞു കൈകളിൽ വെച്ച ആ കയ്യാമം ഊർന്നു പോയെങ്കിലും ആഗ്നസ് ആരാച്ചാരന്മാരെ സന്തോഷപൂർവ്വം അനുഗമിച്ചു. ഒരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം വാളിനെ അവൾ കഴുത്ത് കാണിച്ചു. ഒരു വെട്ടിന് കുഞ്ഞാടിൻ്റെ ശിരസ് നിലത്തു വീണു. എല്ലാ രാജാക്കന്മാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകകളുടെ സ്തുതികൾ പാടി. കന്യാത്വത്തിൻ്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി. ഒരു ധീര രക്തസാക്ഷിയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് അവളുടെ ത്യാഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.